എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന ബാലശങ്കരം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊച്ചുകൂട്ടുകാർക്ക് പ്രത്യേക സ്വാഗതം. ഇന്ന് ബാലശങ്കരത്തിന്റെ 4ാമത്തെ സെഷനാണ്. ആദ്യമായി ഗുരുസ്മരണയ്ക്കും തുടർന്നുള്ള ക്ലാസ്സിനുമായി നിങ്ങൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ടീച്ചർ ആചാര്യ ശ്രീമതി ഉഷാ അന്തർജനൻ അവരുടെ ഈ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയശങ്കര. ഹരിയോം. ജയശങ്കര. നമുക്ക് ഇന്നത്തെ സെഷൻ തുടങ്ങാം. ആദ്യമായിട്ട് സ്വസ്തി മന്ത്രം സഹനാവവതു, ഓം സഹനാവവതു എന്നത് ചൊല്ലുന്നതിലേക്ക് ദേവനാരായണനെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളു. ദേവനാരായണൻ. ദേവനാരായണൻ. ദേവനാരായണൻ ഉണ്ടോ? പേര് തന്നിട്ടുണ്ടായിരുന്നു. ദേവനാരായണൻ സഹനാവവതു എന്നുള്ളത് ശാന്തിമന്ത്രം. ദേവനാരായണൻ ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, എന്നാ ലെഫ്റ്റ് ആയി. അപ്പൊ ഞാൻ തന്നെ ചൊല്ലാം. ഓ സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. അടുത്തതായിട്ട് ഗുരുവിനെ സ്തുതിക്കുകയാണ്. ഗുരു വന്ദനത്തിനായിട്ട് ദേവിക പേര് തന്നിട്ടുണ്ട്. ഗുരുവന്ദനത്തിനായി ദേവിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ദേവിക. ദേവിക. ഓം നാരായണം പത്മഭവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുഗം ഗൗഡപദം മദാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ജയശങ്കര. നമസ്തേ. ബാക്കി ഇനി ഗണപതി സ്തവത്തിനും സരസ്വതിക്കും മാത്രമേ ആള് പേര് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഗുരുവിനെ ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രുതിസ്മൃതി പുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദ ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. അടുത്തതായിട്ട് ഗണപതി വന്ദനത്തിനായിട്ട് ചിന്മയി ധനേഷിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. ഗണപതി വന്ദനം. ചിന്മയി ധനേഷ്. ജയശങ്കര. വക്രതുണ്ട മഹാകായ കോടി സൂര്യ സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാം. ജയശങ്കര. മിടുക്കി. സന്തോഷം. അടുത്തതായിട്ട് സരസ്വതി വന്ദനത്തിനായിട്ട് ശ്രീരേണുവിനെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീരേണു. ജയശങ്കര. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം സം സരസ്വതിയേ നമഃ. വളരെ സന്തോഷം മോളെ. എൻ്റെ ഒരു സംശയം ഞാനിവിടെ ചോദിക്കുകയാണ്. ഒന്നാമത് കുറച്ച് കുട്ടികളെ വന്നിട്ടുള്ളൂ, എങ്കിലും വന്നവരോട് ചോദിക്കുകയാണ്.
ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാലശങ്കരൻ ഗ്രൂപ്പില് ഇതുവരെ പഠിച്ച സ്തോത്രങ്ങളെ കുറിച്ച്, സ്തുതികളെ കുറിച്ച്, വന്ദന ശ്ലോകങ്ങളെ കുറിച്ചൊക്കെ ഒന്നുകൂടെ ഞാൻ ഒരു റിമൈൻഡർ കൂടി ഇട്ടിരുന്നു. നിങ്ങളൊക്കെ നോട്ട്ബുക്ക് വാങ്ങിച്ച് അതൊക്കെ എഴുതിയെടുത്തോ? ശ്രീരേണു എഴുതിയെടുത്തോ മോളെ? മ്യൂട്ട് മാറ്റി പറഞ്ഞു. എന്തോ കുറച്ച് എഴുതിയെടുത്തു. നമ്മൾ കഴിയുന്നത് ഇനി നമ്മൾ രാമായണത്തിലേക്ക് ഇന്ന് മുതൽ പോകാമെന്ന് ഉദ്ദേശിച്ചത്. അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് പഴയതൊക്കെ നമ്മൾ അങ്ങ് വിട്ടുപോകും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിലും അതൊന്നും കാണത്തില്ല. അതുകൊണ്ട് ഗ്രൂപ്പിൽ വന്നാൽ ഒരു 10-20 ദിവസത്തിനകം തന്നെ നിങ്ങളത് എഴുതിയെടുത്ത് വെക്കണം. ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഈ ക്ലാസ്സിൽ ഇടുന്നുണ്ട്. അതുപോലെ ഭഗവത്ഗീതയിലേതും 2 ശ്ലോകങ്ങൾ വീതം നമ്മൾ ഇടുന്നുണ്ട്. അതും ഒരു മാസം 2 എണ്ണം പഠിച്ചാൽ മതി. അങ്ങനെ ആയാൽ തന്നെ നമുക്ക് കുറെ പഠിക്കാൻ പറ്റും. ഈ നമ്മൾ ആദ്യം പഠിച്ച ഗുരുവന്ദനവും ഗണപതി വന്ദനവും ഒക്കെ മാറ്റിയിട്ട് പുതിയ കുറെ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇനിയും ഗുരുവന്ദനങ്ങൾ ഒരുപാടുണ്ട്, ഗണപതി വന്ദനങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം മുതൽ വേറെ ആയിരിക്കും ഗുരുവന്ദനത്തിന് ചൊല്ലുന്നത്. ഗണപതി വന്ദനത്തിന്, സരസ്വതി വന്ദനത്തിന് ഒക്കെ നമുക്ക് വേറെ വേറെ ചൊല്ലി പഠിക്കാം. അപ്പം ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് പഠിച്ചു കഴിഞ്ഞെന്ന് എനിക്ക് ഉറപ്പ് കിട്ടിയാൽ അടുത്തത് നമുക്കിടാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കണം, അത് ചെയ്യണം. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് എന്താണ്, നമുക്കതിലേക്ക് തിരിയാം. അതുപോലെ 2 ഈശ്വര പ്രാർത്ഥന നിങ്ങളുടെ സ്കൂളിലോ അല്ലെങ്കിൽ ഒരു പൊതു ചടങ്ങിലോ ഒക്കെ ചെല്ലുമ്പോൾ, ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ഒരു ഈശ്വര പ്രാർത്ഥനയോടെയാണ് തുടങ്ങുന്നത്. ആരെങ്കിലും അവിടെ നിന്ന് ഈശ്വര പ്രാർത്ഥന ചൊല്ലാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ചൊല്ലാൻ വേണ്ടിയാണ് 2 ഈശ്വര പ്രാർത്ഥനകൾ ഇട്ടത്. അത് നിങ്ങൾ എഴുതിയെടുത്ത് കാണാതെ തന്നെ പഠിക്കണം. എന്തോ നല്ല വാക്ക് ചൊല്ലിക്കോട്ടെ. ചൊല്ലിയാട്ട് മോളെ. വെരി ഗുഡ്. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എന്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സ് ശുദ്ധമാവണം, നിത്യനായ ചിപ്രകാശ രൂപണെ വരങ്ങണം. കൊഞ്ചിലമ്പ് കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആപ്പദാക്ഷം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ, ആപ്പദാക്ഷം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ. ജയശങ്കര. വളരെ സന്തോഷം മോളെ. ഇതുപോലെ വീഡിയോ കൂടെ ഓൺ ചെയ്ത് പാടിയിരുന്നെങ്കിൽ അത് കാണുന്നവർക്കും കൂടെ ഒരു മനസ്സിന് സുഖം തരുന്ന കാര്യമായിരുന്നു. എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, മോള് വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ചൊല്ലിക്കോളൂ. എല്ലാരും കാണട്ടെ, മോള് ചൊല്ലുന്നത് കാണട്ടെ. അതല്ലെങ്കിൽ മോക്ക് ഇത് തന്നെ വേണമെന്നില്ല. വന്നു നന്മ ചെയ്തു വാരണം, നാമഘോഷമെന്നും എന്റെ നാവിലായി വന്നിടണം. നന്മ ചെയ്തു വാരണം, നല്ല ചിന്തയേകണം, മനസ്സ് ശുദ്ധമാവണം, നിത്യനായ ശിപ്രകാശ രൂപണെ വരങ്ങണം. കൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുവാദമോർക്കണം, ആപ്പദാക്ഷം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ, ആപ്പദാക്ഷം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ. ജയശങ്കര. ജയശങ്കര മിടുക്കി. ഇതുപോലെ നമ്മൾ എല്ലാവരും ഇതുപോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ എല്ലാം കാണാതെ തന്നെ പഠിക്കണം. കാണാതെ പഠിച്ചാലേ നമുക്ക് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ എളുപ്പം ചൊല്ലാൻ പറയുമ്പോൾ ചൊല്ലാൻ പറ്റത്തുള്ളൂ. അന്നേരം നമുക്ക് ബുക്കും പേനയും പേപ്പറും ഒന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഏത് സമയത്ത് പറഞ്ഞാലും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിലെന്ത് ചൊല്ലാനും തയ്യാറായിരിക്കണം. ഒരു സ്വസ്തി ശാന്തി മന്ത്രത്തോടെ നമുക്ക് തുടങ്ങാം. ഒരു ശാന്തി മന്ത്രം ചൊല്ലിയേ എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ഓം സഹനാവവതു എന്ന് പറഞ്ഞ് ചൊല്ലാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാപ്തരാകണം. ഒരു ഗുരുവന്ദനം പറയാൻ പറഞ്ഞാൽ നാരായണം പത്മഭവം എന്നുള്ളത് ചൊല്ലാൻ പ്രാപ്തരായിരിക്കണം. കാണാതെ പഠിക്കണം ഇതൊക്കെ. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതും പഠിക്കാം. അതുപോലെ ഭഗവത്ഗീതയിലെ 2 ശ്ലോകം വീതം ഒരു മാസം നമ്മൾ പഠിക്കുന്നത്. അത് ഉറപ്പായിട്ട് കാണാതെ പഠിക്കണം. എഴുതി എടുത്തു വെച്ച് കാണാതെ പഠിക്കണം. ഇതിന്റെയൊക്കെ അർത്ഥങ്ങൾ നമ്മൾ പെതുക്കെ ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ ഇതിന്റെയൊക്കെ അർത്ഥങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. മലയാളമാണല്ലോ ഇതൊക്കെ തന്നെ. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കയറാം. നമ്മള്
ഇപ്പൊ തന്നെ ഈ പറയുന്നതൊക്കെ തന്നെ സനാതന ധർമ്മശാസ്ത്രം അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത്. അല്ലാതെ നമ്മളിത് കാണാതെ പഠിക്കാൻ വേണ്ടിയോ പുസ്തകത്തിൽ എഴുതി വെച്ച് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് പോലെ അതെല്ലാം പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കാനുള്ളതല്ല. ഇത് നമ്മുടെ നിത്യ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ്. നമ്മുടെ നിത്യ ജീവിതത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ആധ്യാത്മിക ശാസ്ത്രത്തില് ഈ സനാതന ധർമ്മശാസ്ത്രത്തിൽ പഠിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം നമ്മുടെ എന്നാ ഇതൊക്കെ പഠിക്കാതെ അങ്ങോട്ട് ജീവിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമുണ്ട്. അച്ഛനമ്മമാര് മക്കളോട് പറയും, മോനെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയും. അപ്പൊ അച്ഛനും അമ്മയും പറയുന്ന വാക്കുകൾ കേൾക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നവർക്ക് എന്തോ പറ്റും? പലതും അപകടത്തിൽ ചെന്ന് ചാടും, പല കുഴപ്പങ്ങളിലും ചെന്ന് ചാടും. അപ്പം അച്ഛനമ്മമാര് പറയുന്നത് മക്കൾ കേൾക്കുന്നത് പോലെ തന്നെതാണ്. നമ്മൾ മനുഷ്യരായവരെല്ലാം ആരുടെ മക്കളാണ്? ഈശ്വരന്റെ മക്കളാണ്. അപ്പൊ ഈശ്വരൻ എന്ന് പറഞ്ഞ ലോകപിതാവ് പറയുന്നത് നമ്മൾ കേൾക്കണ്ടായോ? ആ ഭഗവാൻ പറഞ്ഞ വാക്കുകളാണ്, ഭഗവാന്റെ വാണികളാണ് എന്ത്? വേദം. അപ്പം വേദത്തിൽ പറയുന്നത് പോലെ വേണ്ടായോ നമ്മൾ ജീവിക്കാൻ? അച്ഛനമ്മമാര് പറയുന്നത് കേട്ട് നമ്മൾ ഇപ്പം വളരുന്ന പോലെ നമ്മുടെ എല്ലാം ലോകപിതാവായ ജഗത് ഗുരുവായ ആ ഭഗവാൻ പറയുന്നത് അനുസരിച്ച് വേണം, ഭഗവാന്റെ വാണികളായ വേദങ്ങൾ പറയുന്നത് കേട്ട് വേണം നമ്മൾ ജീവിക്കാൻ. അതുകൊണ്ട് ആ വാക്കുകളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് അത് മാത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നിത്യജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നായിരുന്നു പ്രധാനമായിട്ട് പറഞ്ഞത്. എല്ലാവരും മ്യൂട്ട് ഓഫ് ചെയ്തിട്ട് ഓഡിയോ ഓൺ ചെയ്തിട്ട് ഓരോന്നായിട്ട് പറഞ്ഞാൽ എളുപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കയറാം. എന്തായിരുന്നു പറഞ്ഞ? രാവിലെ എഴുന്നേറ്റ് എന്തുവാ ആദ്യം ചെയ്യേണ്ടത്? എപ്പോഴാണ് എഴുന്നേക്കേണ്ടത്? ആർക്കെങ്കിലും പറയാം? അറിയുന്നവർ പറയും. മിടുക്കര്. ആ, ആദ്യം പറയുന്നൊരു മെഴുകും മിടുക്കര് എന്ന് പറഞ്ഞേ. എപ്പോഴാ എഴുന്നേക്കേണ്ടത്? 6 മണിക്ക് മുമ്പാണ് നമ്മൾ എഴുന്നേക്കേണ്ടത്. ബ്രാഹ്മ മുഹൂർത്തേ ഉത്തിഷ്ഠ എന്നാണ് വേദം പറയുന്നത്. അതായത് ബ്രാഹ്മ മുഹൂർത്തത്തിൽ 3 മണിക്കും 6 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് ഉറപ്പായിട്ട് നമ്മൾ എഴുന്നേറ്റിരിക്കണം. 2, ഇനിയും രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ നമ്മൾ ഉണർന്നു കഴിഞ്ഞ് എന്തുവാ ചെയ്യേണ്ടത്? എങ്ങനെ എഴുന്നേക്കേണ്ടത്? ഏത് ഭാഗത്തേക്കാ? വലത് ഭാഗത്തേക്ക് ചരിഞ്ഞ് എഴുന്നേക്കണം. എഴുന്നേറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കരദർശനം എങ്ങനായിരുന്നു? എളുപ്പം പറഞ്ഞേട്ടെ. വലതു ഭാഗത്തേക്ക് ചരിഞ്ഞ് നമ്മൾ എഴുന്നേറ്റു, കരദർശനം നടത്തണം. അപ്പൊ എന്തുവാ ചൊല്ലുന്നേ? കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സദാദേവി, പ്രഭാതേ കരദർശനം. വെരി ഗുഡ്. ഇങ്ങനെ എല്ലാരും പെട്ടെന്ന് ഓഡിയോ ഓണാക്കി ആൻസർ ചെയ്യണം. അപ്പൊ നമ്മൾ വലതുവശത്തേക്ക് എഴുന്നേറ്റ് കരദർശനം കഴിഞ്ഞു. ഇനിയും കരദർശനം കഴിഞ്ഞിട്ട് എന്താണ്? അപ്പം കരദർശനം കാണുന്നതിന്റെ ഉദ്ദേശം ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാ. ഈ 3 ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണികൾ നമ്മുടെ കൈകളിൽ വസിക്കുന്നു എന്ന സങ്കല്പത്തിൽ ചെയ്താല് ഈ കൈകൾ കൊണ്ട് നമ്മൾ വേണ്ടാത്ത ഒരു പ്രവൃത്തിയും ചെയ്യത്തില്ല, സൽപ്രവൃത്തികൾ മാത്രമേ ചെയ്യത്തുള്ളൂ. ഈശ്വരനെ, ആ ഭഗവാനെ തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിൽ കണ്ടിരിക്കുകയാണ്. അതുപോലെ ഇനി എന്തുവാ ചെയ്യണ്ടേ? ഭൂമിയിലേക്ക് ചവിട്ടണം. ഭൂമി സ്പർശം നടത്തുന്നതിന് മുമ്പ് എന്താണ് ചൊല്ലുന്നേ? ഭൂമിയിലേക്ക് സ്പർശിക്കുന്നതിന് മുമ്പ് എടുത്തു വെച്ചിട്ടുള്ളവർ അത് നോക്കി വേണമെങ്കിലും ചൊല്ലാം. സമുദ്രവസനേ ദേവി, പർവ്വതസ്ഥല മണ്ഡിതേ, വിഷ്ണുപത്നി പ്രിയേ ദേവി, പാദസ്പർശം ക്ഷമസ്വം. വെരി ഗുഡ്. അപ്പൊ അങ്ങനെ ഭൂമി സ്പർശം നടത്തി കഴിഞ്ഞാല് അടുത്തത് എന്താണ് ചെയ്യണ്ടേ? ശൗചാദി കർമ്മങ്ങളൊക്കെ നമുക്ക് ചെയ്യണം, വേണ്ടായോ? ശരീരത്തിനകത്തിലെ മാലിന്യങ്ങളെല്ലാം കളയണം. അങ്ങനെ അതും പറഞ്ഞു. മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ നമ്മുടെ വായ അടച്ചിരിക്കണം. അതുപോലെ യാതൊരു കണ്ണടയ്ക്കാനും ചെവി അടയ്ക്കാനും ഒന്നും പറ്റത്തില്ല, പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ. കാരണം ശരീരത്തിനുള്ളിലെ മാലിന്യമാണ് വിസർജിച്ച് കളയുന്നത്. അങ്ങനെ കളയുമ്പോൾ ഒരുപാട് വേണ്ടാത്ത ബാക്ടീരിയ എല്ലാം കൂടെ പുറത്തു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ മലമൂത്രാദി വിസർജനങ്ങൾ നടത്തി കഴിഞ്ഞാൽ സോപ്പ് ഉപയോഗിച്ച് കൈയും മുഖവും ഒക്കെ കഴുകണം, വൃത്തിയായിരിക്കണം. അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതുപോലെ എന്താണ്, വായൊക്കെ അടച്ചു തന്നെ വെച്ചിരിക്കണം, ഈ ഇതൊന്നും കയറി വരാതെ, രോഗാണുക്കളൊന്നും കയറി വരാതെ.
പിന്നുള്ളത് കുളി. കുളി എങ്ങനെയാണ്? എണ്ണയൊക്കെ തേച്ച് സോപ്പൊക്കെ തേച്ച് ഭംഗിയായിട്ട് ധാരാളം വെള്ളത്തിൽ കുളിക്കണം. ആ വെള്ളം എടുക്കുമ്പോൾ വെള്ളത്തെ പവിത്രമാക്കുന്നത് എങ്ങനെയായിരുന്നു? പുസ്തകം നോക്കിച്ചെല്ലാം, എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിച്ചെല്ലാം. എങ്ങനെയായിരുന്നു? ആ ജലത്തിനെ പവിത്രമാക്കുകയാണ്. അതിനും ഒരു ഈശ്വരാംശം കൊടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ അതിനും നമുക്കൊരു സങ്കല്പത്തില് എല്ലാം ഈശ്വരൻ, എപ്പോഴും ഈശ്വര സ്മരണം നമ്മുടെ ഉള്ളിൽ നിൽക്കും. ഗംഗേച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന മന്ത്രം ജപിച്ച് ജലത്തെ പവിത്രമാക്കി സപ്തനദികളെയും, പുണ്യമായ സപ്തനദികളെയും ആ ജലത്തിലേക്ക് ആവാഹിച്ച് അതിൽ നല്ല ഭംഗിയായിട്ട് കുളിക്കുക. കുളിച്ചു വന്നിട്ട് ഭസ്മധാരണം, ഭസ്മമോ ചന്ദനമോ സിന്ദൂരമോ ഏതെങ്കിലും നമ്മൾ തൊടണം. സിന്ദൂരമാണെങ്കിൽ വട്ടത്തിൽ തൊടണം, ഭസ്മവും ചന്ദനവും അല്ലാതെ തൊടണം. അങ്ങനെ തൊടുന്ന നമ്മള് ഈ നടുവിരൽ ഉപയോഗിച്ച് വേണം കുറി തൊടാൻ. ഭസ്മമായിക്കോട്ടെ, ചന്ദനമായിക്കോട്ടെ, സിന്ദൂരമായിക്കോട്ടെ, നടുക്കുള്ള ഈ വിരൽ ഉപയോഗിച്ച് വേണം നമ്മള് അത് തൊടാന്. എന്തോ അത് കഴിഞ്ഞ് ദീപം തെളിക്കണം. ദീപം തെളിക്കുമ്പോൾ നമ്മൾ ചൊല്ലുന്ന മന്ത്രം ശുഭം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം മമ ശത്രുവിനാശായ സന്ധ്യാദീപം കരാമ്യഹം. 2 സന്ധ്യകളിലും, പ്രഭാത സന്ധ്യയിലും സായം സന്ധ്യയിലും ദീപം ഇങ്ങനെ കൊളുത്തണം. ഇവിടെ മമ ശത്രുവിനാശായ, ശത്രു എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഉള്ളിലെ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളാകുന്ന ശത്രുക്കളെ ഇല്ലാതാക്കി സൽസ്വഭാവികളായിട്ട് നമ്മൾ മാറാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു മന്ത്രം നമ്മൾ ജപിക്കുന്നത്. അത് കഴിഞ്ഞ് ജപിക്കുക. ജപിക്കുമ്പോൾ നമ്മുടെ സഹനാവവധു, ഓം സഹനാവവധുവിൽ തുടങ്ങി നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ആ സ്തുതികൾ മാത്രമായിരുന്നു പഠിച്ചത്. അതെല്ലാം നമ്മൾ തീർച്ചയായിട്ടും ചൊല്ലണം. കൂടാതെ ഇഷ്ടദേവതാ മന്ത്രവും നമ്മൾ ചൊല്ലണം. ഓരോരുത്തർക്കും ഓരോ ദേവതയായിരിക്കും ഇഷ്ടം. ആ ദേവതാ സ്തുതിയും ഉറപ്പായിട്ട് ചൊല്ലണം. അത് കഴിഞ്ഞ് പിന്നെ ആഹാരം എങ്ങനെയുള്ളതായിരിക്കണമെന്ന് ഭഗവത്ഗീതയിൽ പറയുന്ന ശ്ലോകം നമ്മൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. ആ സ്തുതി, ആ ഭഗവത്ഗീതയിലെ ആ ശ്ലോകവും നമ്മുടെ ബാലശങ്കരൻ ഗ്രൂപ്പിൽ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. നിങ്ങൾ അതും പഠിച്ച് അതിനനുസരിച്ച് വേണം ഭക്ഷണം കഴിക്കാൻ. സാത്വിക ഭക്ഷണം കഴിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യം ഉണ്ടാകത്തുള്ളൂ. അതുപോലെ വ്യായാമം ചെയ്യണം. പിന്നെന്താണ്, കലകളൊക്കെ, സംഗീതം, നൃത്തം, ചിത്രരചന, അക്ഷരശ്ലോകം തുടങ്ങിയ ഏതെങ്കിലും ഒരു കലകളിൽ നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് മൃദുവാക്കാൻ വേണ്ടി ഏതെങ്കിലും ഒന്ന് പഠിക്കണം. സാത്വികമായ ഭക്ഷണം കഴിച്ച് വ്യായാമം ചെയ്ത് ഇതിൽ ഏതെങ്കിലും കലകളിലൊക്കെ അഭ്യസിച്ച് പിന്നെ ഭൗതികശാസ്ത്രം, സ്കൂളുകളിലെ ഭൗതികശാസ്ത്രങ്ങൾ, സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ പാഠങ്ങളും നന്നായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ പിന്നെ ഈ ആധ്യാത്മിക ശാസ്ത്രവും എന്തെങ്കിലും സനാതന ധർമ്മശാസ്ത്രവും, അതായത് ഏതെങ്കിലും സ്തുതികളോ കീർത്തനങ്ങളോ എന്തെങ്കിലുമൊക്കെ രാമായണം, മഹാഭാരതം, ഈ ഭഗവത്ഗീത ഏതെങ്കിലുമൊക്കെ നിങ്ങൾ പഠിക്കണം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും പ്രാവർത്തികമാക്കേണ്ടതായ അഷ്ടാംഗ യോഗത്തിലെ 2 കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതും ഗ്രൂപ്പിലെല്ലാം ഇട്ടിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞുകയാണ്. ഒന്നാമത്തേത്, അഷ്ടാംഗയോഗത്തിലെ ഒന്നാമത്തെ ഏതായിരുന്നു? യമം. യമം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട് യമത്തില്? അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ഇത്രയുമാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അഹിംസ, ആരെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ വേദനിപ്പിക്കാനോ പാടില്ല. അപ്പൊ ആ ഒരു ഉദ്ദേശത്തിൽ വേണം നമ്മൾ മറ്റുള്ളവരോട് പെരുമാറാൻ, സംസാരിക്കാൻ ഒക്കെ ചെയ്യാൻ. പിന്നെ സത്യം മാത്രമേ ചെയ്യാവൂ, സത്യം മാത്രമേ പറയാവൂ. പിന്നെ അസ്തേയം, മറ്റുള്ളവരോട് അസൂയ, കുശുമ്പ് ഇങ്ങനെയുള്ള മറ്റുള്ളവർ നന്നാവുന്നതിലൊരു വിഷമവും നമുക്കുണ്ടാവരുത്. പിന്നെ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാല് എന്താണ്? നന്നായി പഠിക്കുന്നത് ഏതു വിഷയമായാലും അതിൽ നന്നായി ഉറച്ച് ഗുരുവിലും ശാസ്ത്രത്തിലും വിശ്വസിച്ച്, പഠിക്കുന്നതിൽ വിശ്വസിച്ച് നന്നായി പഠിക്കുക. സ്കൂളിലേത് തന്നെയല്ല, എന്ത് കാര്യങ്ങളും, അടുക്കളയിൽ ആഹാരം ഉണ്ടാക്കുന്നത് ഉൾപ്പെടെയുള്ള പഠനങ്ങള് എല്ലാം പഠനത്തിന്റെ
കീഴിൽ വരുന്നതാണ്. പിന്നെ അപരിഗ്രഹം, മറ്റുള്ളവരുടെ ഒന്നും എടുക്കാതിരിക്കുക, ഉള്ളതിൽ സംതൃപ്തി ഉണ്ടായിരിക്കുക, കിട്ടുന്നതിൽ സംതൃപ്തി ഉണ്ടായിരിക്കുക. സംതൃപ്തി ഇല്ലാത്തവർക്ക് എത്ര കിട്ടിയാലും ഒരു ഫലവുമില്ല. അതുകൊണ്ട് കിട്ടുന്നതിൽ സംതൃപ്തി ഉണ്ടായിരിക്കുക. കഥയൊന്നും പറയാൻ എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്കിവിടെ വാമനാവതാരത്തെ കുറിച്ച് പറയാമായിരുന്നു. ഭഗവാൻ വാമനനായിട്ട് മഹാവിഷ്ണു അവതരിച്ചപ്പോഴ് ബലി എന്തും കൊടുക്കാമെന്ന് ഭഗവാനോട് പറയുന്നുണ്ട്. കാരണം മഹാബലി ചക്രവർത്തിയാണ്, എന്തു വേണേലും നൽകാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ വാമനൻ പറയുന്നുണ്ട്, കിട്ടുന്നതിൽ സംതൃപ്തി ഇല്ലാത്തവർക്ക് എത്ര കിട്ടിയാലും സന്തോഷം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമുക്ക് ഉള്ളതിൽ നമ്മൾ സംതൃപ്തരായിരിക്കണം, സന്തോഷിക്കണം. ഇത്രയൊക്കെ എങ്കിലും നമുക്കുണ്ടല്ലോ, ഇതുപോലും ഇല്ലാത്തവർ എത്രയോ പേരുണ്ട് എന്നൊരു ചിന്തയോടെ കിട്ടിയതിൽ സന്തോഷമുള്ളവരായിരിക്കണം. ഇതാണ് യമം. രണ്ടാമത് നിയമം. എന്താണ് നിയമം? എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം. ഈ ഇത്രയുമാ നിയമം. ഇതിനകത്തിലെ ഒന്ന് ശൗചം. ശൗചം എന്താണ്? ശാരീരികമായ ശൗചം. ഇപ്പൊ നമ്മള് പറഞ്ഞതുപോലെ വിസർജ്യങ്ങളൊക്കെ കടത്തുക, പല്ല് തേക്കുക, അതുപോലെ കുളിക്കുക, ഇതൊക്കെ ബാഹ്യ ശൗചങ്ങളാണ്. അതുപോലെ ആന്തരിക ശൗചം, ഭഗവാൻ സ്മരണയോടുകൂടി ജീവിക്കുമ്പോൾ ഈ കാമക്രോധ ലോഭ മോഹാദികളാകുന്ന ഈ യമത്തിൽ പറഞ്ഞിരിക്കുന്നതായ അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ഇതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ അതാണ് ആന്തരികമായ ശുചിത്വം, വൃത്തി. അടുത്തത് സന്തോഷം. എപ്പോഴും സന്തോഷമുള്ളവരായിട്ട് ചിരിച്ച മുഖത്തോടെ എപ്പോഴും ഇരിക്കാൻ ശ്രമിക്കുക. കാരണം മറ്റൊന്നിലും ആഗ്രഹങ്ങൾ, ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളും കാണുന്നതും കേൾക്കുന്നതും എല്ലാം വേണമെന്നുള്ള ആഗ്രഹങ്ങളും മറ്റുള്ളവരോട് ദേഷ്യവും കോപവും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. അടുത്തത് തപസ്. തപസ് എന്ന് പറഞ്ഞാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധയോടെ, ഏകാഗ്രതയോടെ, എനിക്കിത് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടെ കൂടി ചെയ്യുന്നതാണ് ഒരു തപസ്. ഒരു തപസ്സായിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, അതായത് നിസ്സാരം നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ TV പോലും കാണരുത്, ആഹാരത്തിൽ ശ്രദ്ധിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, അതൊക്കെ ഒരു തപസ്സ. സ്വാധ്യായം. സ്വാധ്യായം എന്ന് പറഞ്ഞാല് ഈ ആധ്യാത്മിക ശാസ്ത്രങ്ങളിലുള്ള പഠനമാണ്. അപ്പൊ ഏതെങ്കിലും ഇപ്പൊ നമ്മൾ ഭഗവത്ഗീതയുടെ 2 ശ്ലോകം നമുക്ക് ഉണ്ടല്ലോ, അത് പഠിച്ചാലും മതി. 1 മാസം കൊണ്ട് 2 ശ്ലോകം പഠിക്കുന്നത് ഒരു സ്വാധ്യായം. അങ്ങനെ അത് ഈശ്വര പ്രണിധാനം, ഈശ്വര വിശ്വാസത്തോടുകൂടി ഈശ്വരനാണ് ഈ ലോകത്തെ മുഴുക്ക നിയന്ത്രിക്കുന്ന നിയാമകൻ എന്നുള്ള വിശ്വാസത്തോടെ ആ ഭഗവാനെ നമസ്കരിക്കുക. ഇത് ഇത്രയുമാണ് യമനിയമങ്ങള്. പിന്നെ പഞ്ചമഹായജ്ഞങ്ങളെ കുറിച്ച് പറഞ്ഞു. ദേവയജ്ഞം, ഋഷിയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, നൃയജ്ഞം. അതില് ദേവയജ്ഞം എന്താണ്? നമ്മുടെ ഈ പ്രകൃതിയെയും പ്രകൃതിയിലെ സർവ കാര്യങ്ങളെയും, ഇതൊക്കെ ഭഗവാന്റെ സൃഷ്ടിയാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ആ ഭഗവത് സ്മരണയോടെ ആ ദേവനെ സ്തുതിച്ചുകൊണ്ട്, അതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നേ? നാമം ജപിക്കുക, അമ്പലത്തിൽ പോകുക, വ്രതങ്ങൾ എടുക്കുക, സന്ധ്യാവന്ദനങ്ങൾ നടത്തുക, ഇതൊക്കെ ദേവയജ്ഞത്തിൽ വരുന്നതാണ്. രണ്ടാമത് ഋഷിയജ്ഞം. ഋഷി എന്ന് പറയുമ്പോൾ മുനി എന്ന് പറയുമ്പോൾ ഗുരുവിനെ വന്ദിക്കുക എന്നുള്ളതാണ്. ഗുരുവിന് പ്രധാനമായിട്ട് എന്താണ് സന്തോഷം വരാൻ? ഗുരു പഠിപ്പിക്കുന്നതൊക്കെ പഠിക്കുക. പിന്നെ ഗുരു പറയുന്നതൊക്കെ, അധ്യാപകർ പറയുന്നതൊക്കെ തന്നെ പഠിച്ച് മനസ്സിലാക്കി നമുക്ക് മറ്റുള്ളവർക്കൂടെ പറഞ്ഞു കൊടുക്കുക. അതാണ് ഋഷിയജ്ഞം. പിന്നെ പിതൃയജ്ഞം. ജീവിച്ചിരിക്കുന്ന നമ്മുടെ അച്ഛനമ്മമാരെ, സഹോദരങ്ങളെ, അയൽവക്കക്കാരെ, മുത്തച്ഛനെ, മുത്തശ്ശിയെ ഒക്കെ അവരെ അനുസരിക്കുക, അവരോട് ദേഷ്യപ്പെടാതെയും കയർക്കാതെ ഇരിക്കുക, അവർ പറയുന്നത് അനുസരിച്ച് അവരെ ബഹുമാനത്തോടെ, ആദരവോടെ അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യുക. ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് മുന്നേ നമ്മളെ വിട്ടുപോയ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ നമ്മൾ നന്ദിയോടെ സ്മരിക്കുക. ഇതൊക്കെയാണ് പിതൃയജ്ഞം. പിന്നെ ഭൂതയജ്ഞം, 4മത്തേത് ഭൂതയജ്ഞം. ഭൂതം എന്ന് പറയുമ്പോൾ സർവ ജീവജാലങ്ങളും, പക്ഷിമൃഗാദികള്, പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ നമുക്ക് പറ്റുന്നതും ഉണക്കുകാലത്ത് വെള്ളം കൊടുക്കുക, കുറച്ച് ഭക്ഷണം നമുക്ക് കിട്ടുന്നതിന്റെ ഒരു ഭാഗം അവർക്കൂടെ കൊടുക്കുക, സസ്യജീവജാലങ്ങൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, കളകൾ പറിച്ചു കളഞ്ഞ് അവരെ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ഭൂതയജ്ഞം. നമുക്ക് അറിയാം, തുളസി, കൂവളം, ഇങ്ങനെയൊക്കെയുള്ള നല്ല, എങ്ങനെയാ പറയേണ്ടത്, ഔഷധ ഗുണവും അതുപോലെ തന്നെ ഈ ആധ്യാത്മികമായിട്ട് പറയുമ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക പവിത്രതയും പറയുന്നുണ്ട്. അങ്ങനെയുള്ള
സസ്യങ്ങളൊക്കെ നട്ട് വളർത്തി വെള്ളമൊഴിച്ച് പരിപാലിക്കുക. ഇതൊക്കെ ഭൂതയജ്ഞം. അടുത്തത് നൃയജ്ഞം. നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികളെ ബഹുമാനിക്കുക. ആള് വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുക. അതുപോലെ അവർക്ക് വേണ്ടതായ, നമുക്ക് രാമായണത്തിലൂടെ പോകുമ്പോൾ അത് ഉറപ്പായിട്ട് നമുക്ക് കാണാം. അശരണരെ, അഗതികളെ, നമുക്ക് ഒരാൾക്ക് ഒരു സഹായം വേണമെങ്കിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കുക. ഇതൊക്കെയാണ് നൃയജ്ഞം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ദിവസവും നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ടാണ് ഈ പ്രാവശ്യം അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ എടുത്തു പോയത്. ഇതിലേതെങ്കിലും ആർക്കെങ്കിലും സംശയമുണ്ടോ? 2 മിനിറ്റ് ഞാൻ സംസാരിക്കാതിരിക്കുകയാണ്. ഇതിലേതെങ്കിലും ആർക്കെങ്കിലും സംശയമുണ്ടോ? പറയാം. ഇപ്പൊ എളുപ്പം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആരെങ്കിലും ഒരാളെങ്കിലും മറുപടി പറയണം, എന്നാലേ അടുത്ത് നമുക്ക് തുടങ്ങാൻ പറ്റൂ. ആരും ഇല്ലയോ സ്ഥലത്ത്? ശബ്ദമില്ലല്ലോ. സംശയമില്ല. സംശയമില്ല. ഇതൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ കണ്ടതാണോ? നിങ്ങളൊക്കെ ഗ്രൂപ്പിൽ അതൊക്കെ കണ്ടതാണോ? അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്നുകൂടെ നോക്കിയാൽ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ പഠിക്കുന്നത് രാമായണം എന്ന മഹാഗ്രന്ഥ ഇതിഹാസത്തെ കുറിച്ചാണ്. ഇന്നു മുതൽ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഈ പറഞ്ഞതൊക്കെ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. പോരായെങ്കിൽ കഴിഞ്ഞ ക്ലാസ് വരെയുള്ള വീഡിയോകൾ നമുക്ക് ഒന്നുകൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ബാലശങ്കരൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ സ്തുതികളും വന്ദനങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതുമൊക്കെ അതുപോലെ ഇടയ്ക്കൊന്ന് കണ്ടാൽ മതി. പിന്നെ അത് എഴുതിയെടുത്തും കൂടെ വെക്കണം. ഇനിയും നമ്മൾ രാമായണത്തെ കുറിച്ച് ഇന്നു മുതൽ നമുക്കൊന്ന് ചിന്തിക്കാം. സനാതന ധർമ്മശാസ്ത്രത്തെ കുറിച്ചാണ് നമ്മൾ, ആ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ കുറച്ചൊക്കെ ഇതുവരെ പറഞ്ഞിരുന്നത്. ഇത് ഏതിൽ നിന്നാണ് ഈ സനാതന ധർമ്മശാസ്ത്രത്തിന്റെ ആധികാരിക ഗ്രന്ഥം ഏതാണ്? മ്യൂട്ടോ ഓൺ ചെയ്തിട്ട് ആർക്കെങ്കിലും പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന കാര്യമാണ്. സനാതന ധർമ്മശാസ്ത്രത്തിന്റെ ആധികാരിക ഗ്രന്ഥമാണ് ശ്രീരേണു വേദം. വേദം. യെസ്, വളരെ ശരി. ആ വേദം ഒരു ഭൂമിയില് ഇപ്പൊ നമ്മൾ കണ്ടതാ. രാവിലെ എഴുന്നേറ്റാല് രാത്രി ഉറങ്ങുന്നത് വരെ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ സനാതന ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് ഞാനിവിടെ അതെല്ലാം പറഞ്ഞത്. അല്ലാതെ എൻ്റെ അഭിപ്രായം പറഞ്ഞതല്ല. സനാതന ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന, സംസ്കൃതത്തിൽ പറഞ്ഞിരിക്കുന്നതിനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയില് ഞാൻ പറഞ്ഞത്. ഇനിയും രാമായണത്തെ കുറിച്ചാണ് നമ്മൾ ഇനിയും കേൾക്കുന്നത്. ഇങ്ങനെ നമ്മളിപ്പം ഇതൊക്കെ പഠിച്ചില്ലെങ്കിൽ എന്തുവാ കുഴപ്പമെന്ന് നമുക്ക് തോന്നും. ഇതൊന്നും പഠിച്ചില്ലെങ്കിൽ ഇത്രയും നാൾ നമ്മൾ ജീവിച്ചല്ലോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ വേറെ കുഴപ്പങ്ങൾ നമ്മൾ ചുറ്റും കാണുന്നുണ്ട്. ഈ മഹാഭാരതത്തിലെയും ഇതിഹാസത്തിലെയും തത്വങ്ങള്, സനാതന ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ, അഹിംസ യമം, നിയമം, അതിനകത്തിലെ സ്ഥിരമായിട്ട് ആ യമ നിയമാദികൾ അനുഷ്ഠിച്ചുകൊണ്ട് പോകുന്ന ഒരു കുട്ടി മയക്കുമരുന്ന് കഴിക്കുമോ? വേണ്ടാത്ത കൂട്ടുകെട്ടി ചെന്ന് പെടുമോ? ഇല്ല. അതെല്ലാം അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ TV ഓൺ ചെയ്താൽ, അല്ലെ പത്രത്തിലെടുത്ത് നോക്കിയാൽ എന്തൊക്കെയാ കാണുന്നത്? വളരെ ക്രൂരമായിട്ട് കുട്ടികളും വലിയവരും ഒക്കെ പെരുമാറുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്ക് തന്നെ അത്ഭുതം വരും. ഈ കൊച്ചു കുഞ്ഞുങ്ങള് ഇങ്ങനൊക്കെ ചെയ്യുമോ, ഇങ്ങനൊക്കെ പറയുമോ? ഇപ്പൊ എല്ലാം പഴയ കാലത്തെ അപേക്ഷിച്ച് എല്ലാ ജീവിത സൗകര്യങ്ങളും സുഖങ്ങളും ഉണ്ട്. പിന്നെ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇതൊക്കെ എന്താണെന്നറിയാമോ? വികാരത്തിനടിമപ്പെട്ട് വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ ചെന്ന് ഇടപെട്ട് സനാതന ധർമ്മശാസ്ത്രത്തെ, ഈ യമവും നിയമവും തന്നെ പഠിച്ചു കഴിഞ്ഞാൽ, യമവും നിയമവും തന്നെ ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ ഇതൊന്നും ചെയ്യുകയില്ല. ഇങ്ങനെയുള്ളവരാരും ഇങ്ങനെയുള്ള ക്രൂരമായിട്ട് പെരുമാറാൻ അവർക്ക് പറ്റുകയില്ല. അഹിംസ വേണമെന്ന് പറഞ്ഞേച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യത്തില്ല. ഒരു വികാരത്തിനും അടിമപ്പെടാതെ എന്ത് ചെയ്യാൻ പറ്റും? വിചാരത്തിന്, വിവേകത്തിന് തോടെ ഓരോ കാര്യങ്ങളും ചിന്തിച്ചവർ ചെയ്യും. അപരിഗ്രഹം പഠിച്ചിട്ട് കാണുന്നതെല്ലാം വേണമെന്ന് നമുക്ക് തോന്നുമോ?
വേറൊരാൾക്ക് കിട്ടിയതിൽ കൂടുതൽ നമുക്ക് സാധനങ്ങൾ മേടിക്കണമെന്ന് തോന്നുമോ? ഒന്നും തോന്നത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ യമം നിയമം ഒന്നുകൂടെ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ഓരോ കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് അത് അപ്ലൈ ചെയ്ത് വേണം മുമ്പോട്ട് പോകാൻ. ഇനിയും എന്തിനാ? അപ്പം നമ്മുടെ മനസ്സ് ശാന്തമാകും, സമാധാനമാകും. നമ്മുടെ കൂടെ കുടുംബത്തിലുള്ളവർക്കെല്ലാം നമ്മൾ ആരോടും ദേഷ്യപ്പെടുന്നില്ല, അച്ഛനമ്മമാരെ അനുസരിക്കുന്നു, ബഹുമാനിക്കുന്നു, അവർ പറയുന്നത് അനുസരിക്കുന്നു എന്നൊക്കെ വരുമ്പം അവർക്ക് ശാന്തതയാകും, കുടുംബത്തിന് ശാന്തതയാകും. അവർ പറയുന്നത് അനുസരിച്ച് നമ്മൾ ജീവിക്കും, നമുക്ക് ഐശ്വര്യം ഉണ്ടാകും. ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ സനാതന ധർമ്മശാസ്ത്രം പഠിക്കുന്നത്. ഇതൊന്നും നമുക്ക് സ്കൂളുകളിൽ നിന്ന് പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും അതും പഠിക്കണം, സ്കൂളിൽ പഠിപ്പിക്കുന്നതും പഠിക്കണം. എന്നാലേ നമുക്ക് പഠിച്ച് ജോലി കിട്ടത്തുമൊക്കെ ഉള്ളൂ. അതിൻ്റെ കൂടെ നല്ല ഉത്തമ മനുഷ്യനാവാൻ വേണ്ടി നമ്മൾ ഇതും ഉറപ്പായിട്ട് പഠിച്ചിരിക്കണം. ഉത്തമ മനുഷ്യനാവാൻ തന്നെയല്ല, മനസ്സിന് ശാന്തമായിട്ട് ജീവിക്കാൻ, ഒരു വെപ്രാളവും ഭയവും ആകുലതകളും ടെൻഷനും ഒന്നുമില്ലാതെ സമാധാനമായി മനസ്സിനെ കൊണ്ടുപോകാനും ഈ സനാതന ധർമ്മശാസ്ത്രത്തിലെ കാര്യങ്ങള് പഠിച്ച് ആ രീതിക്ക് ജീവിതം നയിച്ചാൽ ഇതെല്ലാം നടക്കും. ഒന്നിനും ഇത് വരത്തില്ല. രാമായണം തുടങ്ങുന്നത് ദേവതാ വന്ദനത്തോടെയാണ്. രാമായണം പുസ്തകം ഇന്ന് എടുത്തിട്ടുണ്ടോ എന്നറിയത്തില്ല, ഇന്ന് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് എനിക്കത് വായിക്കാൻ പറ്റുന്നില്ല. ശ്രീരാമ രാമ രാമ എന്നുള്ള തുടങ്ങുന്നത്. അങ്ങനെ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ സ്തുതിച്ചുകൊണ്ട് അതോടുകൂടി നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ വന്ദന ശ്ലോകങ്ങളാണ് പഠിച്ചത്. എന്തിനാണെന്നറിയാമോ? ഏത് കാര്യം തുടങ്ങുമ്പോഴും രാമായണത്തിൽ മഹർഷി, വാൽമീകി മഹർഷി ആയിക്കോട്ടെ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനായിക്കോട്ടെ, ആദികാവ്യമായ രാമായണം എഴുതിയത് വാൽമീകി മഹർഷിയാണ്. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, അത് കിളിപ്പാട്ടിൽ ആധ്യാത്മ രാമായണം എഴുതിയത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. അപ്പം ഇവര് രണ്ടുപേരും എഴുതിയിരിക്കുന്നതിലെ തുടക്കത്തിൽ എന്താണ്? വന്ദനമാണ്. ഗുരുവിനെ വന്ദിക്കുന്നു, ഗണപതിയെ വന്ദിക്കുന്നു, പിന്നെ സരസ്വതി ദേവിയെ വന്ദിക്കുന്നു, അത് കഴിഞ്ഞു മഹാദേവനെ, മഹാവിഷ്ണുവിനെ, ഇങ്ങനെ എല്ലാവരെയും സ്തുതിച്ചതിന് ശേഷമാണ് രാമായണം തുടങ്ങുന്നത്. ഇതാണ് നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിലെ ആ വന്ദന ശ്ലോകങ്ങൾ പഠിച്ചത്. ഏത് കാര്യം തുടങ്ങുന്നതിന് മുമ്പും, അതായത് എല്ലാ ദിവസവും ആദ്യത്തെ ക്ലാസ്സിലെ വന്ദന ശ്ലോകങ്ങൾ കാണാതെ പഠിച്ച് തീർച്ചയായിട്ടും മുടക്കമില്ലാതെ രാവിലെ അത് ചൊല്ലണം. മാതൃവന്ദനം, പിതൃവന്ദനം ഒക്കെ നമ്മൾ പഠിച്ചതാ. അതൊക്കെ നമ്മൾ ഉറപ്പായിട്ട് കാണാതെ പഠിച്ച് ചൊല്ലണം. ഇവിടെ രാമായണം തുടങ്ങുന്നതും അങ്ങനെയാണ്. അപ്പൊ എല്ലാ തടസ്സങ്ങളും മാറ്റി സ്വസ്ഥമായും സമാധാനമായും ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായി കലാശിക്കണമെങ്കിൽ ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമേ കഴിയുള്ളൂ. അതാണ് ഈ രാമായണവും നമുക്ക് കാണിച്ചു തരുന്നത് ഗുരുവന്ദനത്തിലൂടെ. ഇവിടെ ശ്രീരാമചന്ദ്രൻ സാധാരണ ഭഗവാൻ മഹാവിഷ്ണു സാധാരണ ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് പിറന്ന് വളർന്ന് പഠിച്ച് നല്ല ഒരു മനുഷ്യനായി പോകുമ്പോ എന്തു പറ്റി? അച്ഛന്റെ വാക്കിനെ, അച്ഛൻ ചെയ്ത സത്യപ്രതിജ്ഞയെ പാലിക്കാൻ വേണ്ടി ഒരു രാജകുമാരൻ, ചക്രവർത്തി കുമാരനായിട്ട് വലിയ രാജകൊട്ടാരത്തിൽ സർവ സൗഭാഗ്യങ്ങളോടെയും കഴിഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു നിമിഷം കൊണ്ട് വനത്തിൽ പോകേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ വരുമ്പോഴ് ശ്രീരാമചന്ദ്ര പ്രഭു വിഷമിക്കുന്നുണ്ടോ? ഇല്ല. എന്തെല്ലാം നഷ്ടങ്ങൾ വന്നാലും ഈ ഭൗതികമായ നഷ്ടങ്ങളൊന്നും നഷ്ടങ്ങളല്ല. സത്യം, അഹിംസ, സത്യം, അസ്തേയം, യമം. യമത്തിലെ രണ്ടാമത്തേതാണ് സത്യം. സത്യത്തെ പാലിക്കാൻ വേണ്ടി ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭു സർവവും ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കാണും. അപ്പൊ നമ്മൾ ഒന്നാമത് വന്ദനം, രാവിലെ എഴുന്നേറ്റ് വന്ദനം ശ്ലോകങ്ങൾ പഠിച്ച് ചൊല്ലണമെന്നുള്ളത് നമ്മളിത് കണ്ടു. രണ്ടാമത് യമനിയമാദികൾ ശ്രീരാമചന്ദ്ര പ്രഭു സ്വന്തം ജീവിതത്തിൽ
പ്രവർത്തിച്ച് നമുക്ക് കാണിച്ചു തരുന്നത് ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ ഈ രാമായണ കഥയിലൂടെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം വലിയ ചക്രവർത്തിയുടെ മകനായിരുന്നു. അപ്പൊ ഇഷ്ടം പോലെ സമ്പൽ സമൃദ്ധമായിരുന്നു, കുടുംബ മഹിമയുണ്ടായിരുന്നു. രഘുവംശം, ഇക്ഷ്വാകു വംശത്തിലാണ്. ഏത് വംശത്തിലാണ് ശ്രീരാമചന്ദ്രൻ ജനിച്ചത്? ഇക്ഷ്വാകു വംശത്തിലെന്നും പറയാം, രഘുവംശത്തിലെന്നും പറയാം. കാരണം ഈ വംശത്തിലെ 2 മഹാരഥന്മാരായ ചക്രവർത്തിമാരായിരുന്നു. ഒന്ന് ഇക്ഷ്വാകു, 2 രഘു. അതുകൊണ്ട് ആ 2 പേരുടെയും പേരിലും ഈ വംശത്തെ അറിയുന്നുണ്ട്. ആ വംശത്തിൽ ജനിച്ചവനായിരുന്നു. അദ്ദേഹത്തിന് ഒരു കഷ്ടകാലം വന്നപ്പോൾ ശരിക്കും വേണമെങ്കിൽ വസിഷ്ഠൻ, വാൽമീകി, ഭരദ്വാജൻ, വിശ്വാമിത്രൻ, ഇങ്ങനെ സർവ സന്യാസി ശ്രേഷ്ഠന്മാരുടെ അവരുടെയൊക്കെ കഴിവുകളെ കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടതാണ്. അഭൂതപൂർവമായ കഴിവുകളുള്ളവരാണ്. അവരുടെ ആ കഴിവ് ഉപയോഗിച്ച് ഈ സർവവും പ്രതിസന്ധികളും തരണം ചെയ്ത് വേണമായിരുന്നെങ്കിൽ ശ്രീരാമന് നേട്ടങ്ങൾ കൊയ്യാമായിരുന്നു. അതൊന്നും ചെയ്തില്ല. തൻ്റെ സ്വപ്രയത്നം കൊണ്ട് തനിക്ക് വന്ന എന്ത് കഷ്ടതകളെ ആയാലും, ജയപരാജയങ്ങളെ ആയാലും, പ്രതിസന്ധികളെ ആണേലും അതൊക്കെ ശാന്തമായിട്ട് അവയെ കൈകാര്യം ചെയ്യാൻ ശ്രീരാമന് കഴിഞ്ഞത് യമനിയമാദികളും ഈ പഞ്ചഭൂത യജ്ഞങ്ങളും ഈ വന്ദനങ്ങളും ഒക്കെ സ്ഥിരമായിട്ട് അനുഷ്ഠിച്ചത് കൊണ്ടാണ്, പഠിച്ചത് കൊണ്ടല്ല, മനസ്സിലാക്കിയത് കൊണ്ടല്ല, തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് കൊണ്ടാണ്. പിന്നീടുള്ളത് ഇത് 3 രാജ്യങ്ങളുടെ കഥയാണ്. ഏതൊക്കെ രാജ്യങ്ങളുടെ കഥയാണെന്നറിയാമോ? രാമായണത്തിലെ 3 രാജ്യങ്ങളുടെ കഥ പറയുന്നുണ്ട്. ഏതൊക്കെയാ അറിയാമോ? ഒന്ന് ശ്രീരാമചന്ദ്രന്റെ അയോധ്യ എന്ന് പറഞ്ഞ രാജ്യം, പിന്നെ വാനരന്മാരുടെ കിഷ്കിന്ധ എന്ന് പറഞ്ഞ രാജ്യം, പിന്നെ രാക്ഷസന്മാരുടെ ലങ്ക എന്ന് പറയുന്ന രാജ്യം. ഈ 3 രാജ്യങ്ങളുടെ കഥയാണ് രാമായണം. രാമായണം എന്ന് പറഞ്ഞാല് അതിൻ്റെ അർത്ഥം രാമന്റെ അയനം. അയനം എന്നാൽ യാത്ര. രാമന്റെ യാത്രയാണ്. അയോധ്യയിൽ നിന്ന് ലങ്ക വരെ പോയി, കിഷ്കിന്ധയിൽ കൂടെ പോയി എന്തെല്ലാം തരണങ്ങൾ ചെയ്ത് വിജയ സോപാനത്തിലെത്തിയ ശ്രീരാമന്റെ ആ യാത്രയുടെ കഥയാണ് രാമായണം. രാമന്റെ അയനം. പിന്നെ ഒരർത്ഥമുണ്ട് രാമായണം. രാ എന്ന് പറഞ്ഞാൽ ഇരുട്ട്. ഇരുട്ടിനെ, അന്ധകാരത്തെ ഇല്ലാതാക്കുന്നതാണ് രാമായണം. ശരിയാണ്. ഇരുട്ട് എന്ന് പറയുമ്പം അജ്ഞാനം, അറിവില്ലായ്മ. ഈ അറിവില്ലായ്മയെ നമ്മൾ രാമായണം പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മളെ യമനിയമാദികൾ പഠിച്ചതുപോലെ, ഗുരുവന്ദനം പഠിച്ച പോലെ, പഞ്ചമഹായജ്ഞങ്ങൾ പഠിച്ചതുപോലെ ധാരാളം കാര്യങ്ങൾ ഇനിയും നമ്മൾ രാമായണത്തിലെ 6 കാണ്ഡങ്ങളിൽ കൂടി, 6 കാണ്ഡവും 7ാമത് ഉത്തരകാണ്ഡവും അത്രയും പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ധാരാളം കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അതെല്ലാം നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അറിവില്ലായ്മ മാറി സാത്വിക ഭാവത്തിലേക്ക് അറിവിനെ അറിഞ്ഞ് നന്നായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയും. അപ്പം ഇന്ന് ആൾക്കാർ കുറവായതുകൊണ്ട് നമുക്ക് ഇത്രയും കൊണ്ട് ഇവിടെ നിർത്താം. ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, ഇപ്പൊ ഇത്രയും ഓർക്കുക. ആദികാവ്യം രാമായണം. ആദികാവ്യമായ രാമായണം എഴുതിയത് വാൽമീകി മഹർഷി. അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുതിയത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. രാമായണം എന്ന വാക്കിന്റെ അർത്ഥം രാമന്റെ അയനം അഥവാ രാമന്റെ യാത്ര. അല്ലെങ്കിൽ ഒരർത്ഥം കൊണ്ടുണ്ട്, രാ അഥവാ ഇരുട്ട് അഥവാ അജ്ഞാനം അഥവാ അറിവില്ലായ്മയുടെ മായണം. മാഞ്ഞ് അറിവിന്റെ നിറകുടങ്ങളായി രാമായണം പഠിക്കുന്നവരുമാകുന്നു. ഇനിയും രാമായണത്തിലെ എത്ര കാണ്ഡങ്ങളുണ്ട്? രാമായണത്തിലെ 6 കാണ്ഡങ്ങളും ഉത്തരകാണ്ഡം എന്ന് പറഞ്ഞ 7ാമതൊരു കാണ്ഡവും കൂടിയുണ്ട്. ഇനിയും രാമായണം
ഏതൊക്കെ രാജ്യങ്ങളുടെ കഥയാണ് പറയുന്നത്? അയോധ്യ, കിഷ്കിന്ധ, ലങ്ക, ഇങ്ങനെ 3 രാജ്യങ്ങളുടെ കഥയാണ് പറയുന്നത്. അയോധ്യയിൽ ആരാണ്? മനുഷ്യരാണ്. കിഷ്കിന്ധയിൽ ആരാണ്? മൃഗങ്ങളാണ്, വാനരന്മാരാണ്, കുരങ്ങന്മാരാണ്. ലങ്കയിൽ ആരാണ്? രാക്ഷസന്മാരാണ്. ഇങ്ങനെ 3 വംശത്തിലുള്ളവരുടെ 3 തരത്തിലുള്ളവരുടെ കഥയാണ് പറയുന്നത്. ഇനി ഈ രാമായണം കിളിപ്പാട്ടെടുത്ത് നോക്കുമ്പോൾ ആരോടാണ് ഈ കഥ പറയുന്നത് എന്ന് ആർക്കെങ്കിലും പറയാമോ? ആരാണ് കഥ പറയുന്നത്? മഹാദേവൻ സദാശിവനോട്, ആദിഗൃഹസ്ഥനായ സദാശിവനോട് ആദിഗൃഹസ്ഥയായ നമ്മൾ കാണുന്നതാ ശിവനും പാർവതിയും ഗണപതിയും മുരുകനും എല്ലാം കൂടി ഇരിക്കുന്ന ഒരു ഫാമിലി ഫോട്ടോ നമ്മൾ കാണുന്നതാ. ആദിഗൃഹസ്ഥനായ സദാശിവനോട് ആദിഗൃഹസ്ഥയായ പാർവതി ദേവി ലോക തത്വത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ രാമായണ കഥയിലൂടെ ആ തത്വത്തെ പരമശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. അപ്പൊ കഥ എങ്ങനെ ആർക്കാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്? രാമായണം പരമശിവൻ പാർവതി ദേവിക്ക് ഉപദേശിക്കുന്നതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഉമാ മഹേശ്വര സംവാദം എന്ന് പറയും. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം, ഇങ്ങനെ 4 ഘട്ടങ്ങളിൽ കൂടിയാണ് നമ്മുടെ ജീവിതം. എല്ലാവരുടെയും പോകുന്നില്ല എങ്കിലും പോകുന്നത്. ഒന്നാമത് ബ്രഹ്മചര്യം, വിദ്യാഭ്യാസം നേടുന്ന, നമ്മൾ യമത്തിനകത്തിൽ ബ്രഹ്മചര്യം പഠിച്ചതാണ്, അതുകൊണ്ട് കൂടുതൽ പറയണില്ല. വിദ്യാഭ്യാസം നേടുന്ന ഒരു കാലഘട്ടമാണ് ബ്രഹ്മചര്യം. അറിവുകൾ, ഏതു തരത്തിലുള്ള അറിവുകളും നേടുന്നത് ബ്രഹ്മചര്യ ഘട്ടത്തിലായിരിക്കണം കൂടുതൽ. പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പുതിയ പുതിയ അറിവുകൾ നമ്മൾ നേടിക്കൊണ്ടിരിക്കും. രണ്ടാമത് ഗൃഹസ്ഥാശ്രമം. ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാല് ബ്രഹ്മചര്യമൊക്കെ കഴിഞ്ഞ്, അതായത് പഠനമൊക്കെ കഴിഞ്ഞ് വിദ്യാഭ്യാസത്തിന് ശേഷം ജോലിയൊക്കെ നേടി കല്യാണമൊക്കെ കഴിച്ച് കുടുംബമായിട്ട് കഴിയുന്നതാണ് ഗൃഹസ്ഥാശ്രമം. ഇനി ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞത് 3ാമത്തെ ആശ്രമമാണ് വാനപ്രസ്ഥം. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമി 10-60 വയസ്സായി, എന്റെയൊക്കെ പ്രായമായി കഴിയുമ്പോൾ വീട്ടിലെ കെട്ടുപാടുകളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞ് വീട്ടിൽ തന്നെ, പണ്ടൊക്കെ കാട്ടിൽ പോവായിരുന്നു, ഇപ്പം വീട്ടിൽ തന്നെ ഒഴിഞ്ഞു മാറിയിരുന്ന് കൂടുതൽ ഭൗതിക കാര്യങ്ങളിലൊന്നും ഇടപെടാതെ കഴിയുന്നത്ര ആധ്യാത്മിക കാര്യങ്ങളിൽ നാമം ജപിച്ച് സ്വസ്ഥമായിട്ടിരിക്കുന്നതാണ് വാനപ്രസ്ഥം. അത് കഴിഞ്ഞ് എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച്, എല്ലാം ന്യസിച്ച്, സ്വന്തം വസ്ത്രം പോലും ന്യസിച്ചെന്ന് പറയാം. നമ്മളിപ്പം കുംഭമേളയ്ക്ക് കാണുന്നുണ്ട് അങ്ങനെയുള്ള സന്യാസിമാരെ, അതാണ് സന്യാസാശ്രമം. അപ്പം 4 ആശ്രമങ്ങളുണ്ട്. 4 ആശ്രമം ഏതൊക്കെയാണ്? ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ഇങ്ങനെ ഈ 4 ആശ്രമത്തിൽ കൂടി ഏതിൽ കൂടി പോയാലും എങ്ങനെയാണ് ഉത്തമമായിട്ട് നമുക്കും നമ്മുടെ കൂടെ ഉള്ളവർക്കും മനസ്സമാധാനവും സന്തോഷവും തന്നുകൊണ്ട് എങ്ങനെ ജീവിക്കാം എന്നാണ് രാമായണത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഒരു മനുഷ്യനെ സംസ്കരിച്ച് അവന്റെ സ്വഭാവത്തെ നന്നാക്കി എങ്ങനെ ഒരു ശ്രേഷ്ഠനായ വ്യക്തിയാക്കി തീർക്കാം എന്നാണ് രാമായണം നമുക്ക് പഠിപ്പിക്കുന്നത്. ഇവിടെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അല്ല നമ്മൾ വെറുതെ രാമായണം വായിച്ചു പോയിട്ടോ രാമായണ കഥ കേട്ടു പോയിട്ടോ കാര്യമില്ല. രത്നാകരൻ എന്ന ഒരു കാട്ടാളൻ പിന്നീട് രത്നാകരൻ എന്ന് പറഞ്ഞ ഒരു കാട്ടാളൻ എങ്ങനെയാണ് വാൽമീകി മഹർഷിയായി പോയത് നമുക്ക് പാഠമാണ്. എത്ര സ്വഭാവം നമ്മുടേത് മോശമായി പോയി ഇതുവരെ എങ്കിൽ പോലും ഇപ്പോഴും നമ്മുടെ സനാതന ധർമ്മത്തിന്റെ മഹത്വം അതാണ്. എപ്പം നമുക്ക് സംസ്കരിച്ച് നമ്മൾ നന്നായി വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നോ അപ്പം നമുക്ക് നല്ലവരായി
ഭഗവാന്റെ പാദങ്ങളിലേക്ക് എത്തിച്ചേരാൻ, ആ മഹത്വമായ ജീവിതം അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ വാൽമീകി മഹർഷിയുടെ ജീവിതം കൊണ്ട് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. എപ്പോഴൊക്കെ സനാതന ധർമ്മശാസ്ത്രത്തിന് ച്യുതി ഉണ്ടാകുന്നു, ഇവിടെ രാവണൻ എന്ന് പറയുന്ന ഒരു രാക്ഷസൻ ഭൂമിയെ ത്രിലോകങ്ങളെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഭരിച്ച് കഴിഞ്ഞപ്പോ ആ സനാതന ധർമ്മത്തെ തന്നെ ഇല്ലായ്മ വരുന്നു എന്ന് കണ്ടപ്പോ ഭഗവാൻ മഹാവിഷ്ണു രാമനായി ഭൂമിയിൽ അവതരിക്കുകയാണ്. എന്നിട്ട് ഈ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുകയാണ്. ഇതാണ് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് ച്യുതി വരുന്നത്, ഈ സനാതന ധർമ്മശാസ്ത്രം നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സിലായിട്ട് പറഞ്ഞിരുന്നതിന് ഈ ഭൂമിയില് ഇല്ലാതെ വരുന്നത്, അല്ലെ ഗ്ലാനി ക്ഷയം വരുന്നത്, അപ്പോഴൊക്കെ ഞാൻ അവതരിച്ച് ആ സനാതന ധർമ്മശാസ്ത്രത്തെ ഉയർത്തിക്കൊണ്ടുവരാം എന്ന് ഭഗവാൻ നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാൻ ഉള്ളിലിരിക്കുന്ന, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എവിടാണ് ഭഗവാൻ ഇരിക്കുന്നത്? ഹൃദ്ദേശേ അർജുന തിഷ്ഠതി, നമ്മുടെ ഹൃദയത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ നമ്മൾ ആരാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പൊ നമ്മളെ രക്ഷിക്കേണ്ടത് ആരുടെ ചുമതലയാണ്? ഭഗവാന്റെ ചുമതലയാണ്. നമ്മളിലുള്ള ഭഗവാൻ സനാതന ധർമ്മശാസ്ത്രത്തിന് ഗ്ലാനി വരുമ്പോ അതിനെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കാൻ വേണ്ടി നമ്മളിൽ കൂടി, നമ്മൾ അഹിംസ പ്രവർത്തിക്കുമ്പോ, നമ്മൾ സത്യം പ്രവർത്തിക്കുമ്പോ, സത്യം പറയുമ്പോ, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുമ്പോ, ശൗചം കൃത്യമായിട്ട് ശാസ്ത്രത്തിൽ പറയുന്ന പോലെ ചെയ്യുമ്പോ, യമനിയമാദികൾ ചെയ്യുമ്പോ, പഞ്ചയജ്ഞങ്ങൾ ചെയ്യുമ്പോ, ഇനിയുണ്ട് 3 ഋണങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. അതൊക്കെ വരും പോകെ നമുക്ക് പറഞ്ഞു പോകാം. അതൊക്കെ ചെയ്യുമ്പോ ഭഗവാൻ വീണ്ടും അവതരിക്കുകയാണ്. അപ്പം ഭഗവത്ഗീതയിലെ 2 ശ്ലോകങ്ങൾ നമുക്കിപ്പോ പഠിക്കണം. അതിലൊന്ന്, യഥാ യഥാ ഹി ധർമ്മസ്യ, എപ്പോഴാണോ ധർമ്മത്തിന് ഗ്ലാനിർഭവതി ഭാരത, ഭാരത എന്ന് വിളിക്കുന്ന അർജുനനെയാണ്. ശ്രീകൃഷ്ണൻ അർജുനന് കൊടുക്കുന്ന ഉപദേശമാണ്. എപ്പോഴൊക്കെയാണോ ഗ്ലാനി വരുന്നത്, ധർമ്മത്തിന് ച്യുതി ഉണ്ടാകുന്നത്, അപ്പോഴൊക്കെ അഭ്യുത്ഥാനം അധർമ്മസ്യ, അധർമ്മത്തിനെ മാറ്റി ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി തദാത്മാനം സൃജാമ്യഹം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതുപോലെ പരിത്രാണായ സാധൂനാം, നമ്മള് ഈ യമനിയമാദികളൊക്കെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ സാധുക്കളായി പോയേക്കാം, ക്രൂരന്മാരായിരിക്കും ചിലപ്പം ജയിച്ചു പോയിരുന്നത്. ഇപ്പൊ നമ്മൾ പത്രമൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതാ കാണുന്നേ, ക്രൂരന്മാര് ജയിക്കുന്നത്, ദുഷ്ടന്മാര് വളരുന്നത് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അങ്ങനല്ല. പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പം നല്ല സൽസ്വഭാവികളായിട്ട് നമ്മൾ ജീവിച്ചു വന്നാൽ എന്താണ് നേട്ടം? അവരെ സംരക്ഷിക്കാനായി വേണ്ടി, ദുഷ്കൃതങ്ങളെ ഒടുക്കുന്നതിന് വേണ്ടി, ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഭഗവാൻ ഓരോ യുഗത്തിലും ജനിക്കുന്നു. ഒരുപക്ഷെ ഈ കലിയുഗത്തില് ഭഗവാൻ ഇപ്പൊ നമ്മൾ നോക്കുമ്പോ ഇവിടെയൊന്നും ഭഗവാൻ ജനിച്ചിട്ടില്ലല്ലോ എന്ന് തോന്നാം. പക്ഷെ എത്രയോ മഹാന്മാരായ സന്യാസി ശ്രേഷ്ഠന്മാരിലൂടെ നമുക്ക് ആ സനാതന ധർമ്മശാസ്ത്രത്തെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മള് ഇപ്പൊ അതിനുള്ള ധാരാളം മാർഗങ്ങളും ഉണ്ട്. ഇതൊക്കെ നമ്മൾ കേട്ടു പഠിക്കാം, അവരുടെ പ്രഭാഷണങ്ങളിലും സത്സംഗങ്ങളിലും പങ്കെടുക്കാം, നമുക്ക് നേടാം. ഇതൊക്കെ നമുക്ക് പറ്റുന്നുണ്ട്. ഇതൊക്കെ ഒരു പക്ഷേ സംഭവാമി യുഗേ യുഗേ, ഓരോ യുഗത്തിലും ഭഗവാൻ ജനിച്ച് ഇതെല്ലാം അവതരിച്ച് ഇതൊക്കെ ചെയ്യും. അതുകൊണ്ട് ഇന്നിപ്പം സമയം എത്തിയിരിക്കുകയാണ്. ഇന്ന് വളരെ സ്പീഡിലായിരിക്കും പറഞ്ഞത്. ആമുഖമായിട്ട് രാമായണത്തെ കുറിച്ചൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായോ എന്നെനിക്ക് നിങ്ങളുടെ പ്രതികരണം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറച്ചും കൂടെ സാവധാനം വേണോ എന്നുള്ളത് നിങ്ങൾ ഗ്രൂപ്പ് ഓപ്പൺ ആയിട്ടിരിക്കുന്നതാണ്, പറയുക. കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും രാമായണത്തെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ വിശകലനം ചെയ്ത ഭാഗത്തേത് ഗ്രൂപ്പിലിടാം. തീർച്ചയായിട്ടും ഇത് ഒരാമുഖമായിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ രാമായണം എന്ന പുസ്തകത്തിലൂടെ, രാമായണം എന്ന് പറയുമ്പം അതൊരു ചരിത്ര ഗ്രന്ഥമാണെന്ന് നമ്മൾ വിചാരിക്കരുത്. ഇതിഹാസങ്ങൾ എന്ന് പറയുന്നത് ചരിത്രവും കഥകളുമാണ്. അതൊരു സത്യം തന്നെയാണ്. അതിവിടെ നടന്ന സംഭവങ്ങളാണ് ചരിത്രം എന്ന് പറയുന്നത്.
കഥകളെന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ചരിത്ര സംഭവങ്ങളെ ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് കഥകളും കൂടെ അതിൽ ആഡ് ചെയ്യും. പിന്നെ അതൊക്കെ ചരിത്ര ഗ്രന്ഥം തന്നെയാണോ, നല്ല ഒരു കാവ്യമോ സുന്ദരകാന്ഡവും ഒക്കെ അങ്ങോട്ട് ചൊല്ലുമ്പോഴത്തേക്ക് വളരെ മനോഹര. മ്യൂട്ടായിട്ടുണ്ട് ഷെഡ്ബി. മ്യൂട്ടായിരിക്കുകയാണ്, മ്യൂട്ടാണ്. എനിക്കൊന്ന് നെറ്റ്വർക്കിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട്. ഏകദേശം ഇന്നത്തെ ക്ലാസ്സിന്റെ സമയമായിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഇത് ബാലശങ്കരം എന്നുള്ള പേരാണെങ്കിൽ കൂടി നമ്മൾ കുട്ടികൾക്ക് മാത്രമല്ല, ഇത് മുതിർന്നവർക്കും നല്ലവണ്ണം മനസ്സിലാക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സനാതന ധർമ്മത്തെക്കുറിച്ചോ ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പരിപാടിയാണെന്നുള്ളത് യാതൊരു സംശയമില്ല. കുട്ടികൾ അവരുടെ വീഡിയോ ഓൺ ചെയ്തത് കാണുമ്പോൾ ചിന്മയിയാണെന്ന് തോന്നുന്നു. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിന് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള കുട്ടികളാണ് നാളത്തെ എന്താ പറയുക, ഭാരതത്തിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ പ്രതീക്ഷകളാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ കുട്ടികളെല്ലാവരും അവരവരുടെ വീഡിയോ ഓൺ ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് അതിലൊരു അഭിമാനമാണ് തോന്നുന്നത്. തുടർന്നും ഉഷയിടത്ത് എത്തിയെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുക, അപ്പൊ സിസ്റ്റർ വന്നത് കൊണ്ടാണ് പെട്ടെന്ന് പോകേണ്ടി വന്നത്. ഞാൻ കരുതി നെറ്റ്വർക്കിന്റെ പ്രശ്നമാണെന്ന് കരുതിയ മ്യൂട്ടായത്. അല്ലല്ല, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ പറയുമായിരുന്നു ഉഷയെടുത്തി, കാരണം വളരെ നല്ലൊരു പരിപാടിയാണ്. കാരണം ഇത് കുട്ടികൾക്ക് മാത്രമല്ല, ബാലശങ്കരം എന്നുള്ള പേരുണ്ടെങ്കിലും കുട്ടികൾക്ക് മാത്രമല്ല, വളരെ ഇവിടെ നിന്ന് പങ്കെടുത്തിരിക്കുന്ന ഓരോരുത്തർക്കും വളരെ വിശദമായി, വളരെ ലളിതമായി തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ക്ലാസിന്റെ ഒരു പ്രത്യേകത. അതേപോലെ തന്നെ ഇന്നിപ്പം ഓരോരുത്തർ ഓരോ സാഹചര്യങ്ങളിലാണ്. ഇപ്പം മുമ്പ് എല്ലാവരും കണ്ടു കാണും, നമ്മുടെ ജയേട്ടനാണെങ്കിൽ യാത്രയിലാണെങ്കിലും അദ്ദേഹം ചെയ്ത്, അല്ലെങ്കിൽ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുന്നു. ഉഷയേട്ടത്തി ഹോസ്പിറ്റലാണ്. അപ്പൊ അവിടെ ഇരുന്നു കൊണ്ട്, മകൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, അവിടെ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഈ ക്ലാസ് നടത്തുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഗൗരവം ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരും മനസ്സിലാക്കുക. കാരണം നമ്മൾ ഓരോ പരിപാടികൾ നടത്തുന്ന നമ്മളെല്ലാം ഫ്രീ ആയിട്ടൊന്നും അല്ല. നമുക്ക് കിട്ടുന്ന 24 മണിക്കൂറിന് ഇടയ്ക്ക് കിട്ടുന്ന സമയത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമ്മുടെ നാടിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിന്റെ പിറകിലാണ് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും അത് മാക്സിമം ആൾക്കാർ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടുന്ന് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ ജയേട്ടനിലേക്ക് മൈക്കൊന്ന് കൈമാറുകയാണ് 2 വാക്ക് സംസാരിക്കുന്നതിനായി. ഡ്രൈവ് ചെയ്യാണെന്നറിയാം, എന്നാൽ കൂടി. ജ്യോതിഷ ക്ലാസ് വളരെ ഭംഗിയായിരുന്നു. ജ്യോതിഷ് പറഞ്ഞ പോലെ അക്ഷരാർത്ഥത്തിലെല്ലാം ശരിയാണ്. എല്ലാവർക്കും വളരെ പ്രയോജനകരമായ ഒരു ക്ലാസ് ആണ്. ക്ലാസ് ഇന്ന് ഉഷോപോൾക്ക് ആശുപത്രിയിൽ നിന്നുകൊണ്ടാണെങ്കിൽ പോലും വളരെ മനോഹരമായി എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാക്കുന്ന രീതിയിൽ സനാതനധർമ്മത്തിന്റെ ബാലപാഠങ്ങളെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നു. അത്യധികം ചാരിതാർത്ഥ്യമുണ്ട്. നന്ദി. ജയശങ്കര. ജയശങ്കര ജയേട്ട, അങ്ങയുടെ വാക്കുകൾക്ക് തീർച്ചയായിട്ടും ഇന്നിവിടെ പങ്കെടുക്കുന്ന കുട്ടികൾക്കും അല്ല മറ്റുള്ളവർക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. 2 മിനിറ്റ് നേരം അവർക്കായിട്ട് സമയം നൽകുകയാണ്. ആരെങ്കിലും മുന്നോട്ട് വരിക. ആർക്കെങ്കിലും ഈ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ, ഇപ്പം ഉഷയേട്ടത്തി പറഞ്ഞതുപോലെ സ്പീഡാവുന്നുണ്ടോ, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാണോ ക്ലാസ് എടുക്കേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും അഭിപ്രായം പറയാം. ആരെങ്കിലും മുന്നോട്ട് വരിക. വീഡിയോ ഓൺ ചെയ്യണമെന്നില്ല, സംസാരിച്ചാൽ മതി. ജയശങ്കര ദേവിക പറയും. ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ട്. നല്ല എളുപ്പത്തില് ലളിതമായിട്ടുള്ള രീതിയിലെ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇന്നിപ്പോ പനിയുടെ ബുദ്ധിമുട്ടും റേഞ്ചിന്റെ ഒക്കെ പ്രശ്നം കൊണ്ടാണ് വീഡിയോ ഓൺ ആക്കാതിരുന്നത്. അടുത്ത ക്ലാസ് തൊട്ട് വീഡിയോ ഓൺ ആക്കി തന്നെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. ജയശങ്കര. വളരെ നന്ദി. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ.
ഇല്ലെങ്കിൽ കായേന വാച ചൊല്ലി സമർപ്പിക്കാം. പൂർണ്ണമതം ചൊല്ലാം. ആരെങ്കിലും ഒരാൾ ചൊല്ലണേ. ഞാനിവിടെ ഡോക്ടർ വന്നതുകൊണ്ട് ഞാൻ ലെഫ്റ്റ് ആവുകയാണേ. ദേവിക തന്നെ ഒന്ന് ചൊല്ലി നമുക്ക് ഒന്ന് സമർപ്പിച്ചോളൂ. ദേവിക കേൾക്കുന്നുണ്ടെന്ന് കരുതട്ടെ. കായേന വാച ഒന്ന് ഭഗവാൻ സമർപ്പിക്കുക നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അതല്ലെങ്കിൽ അറിയാവുന്നവർ ഒന്ന് ചൊല്ലിക്കൊള്ളൂ. ജയശങ്കര. ജയശങ്കര. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. വളരെ സന്തോഷം ദേവിക. എന്തായാലും എല്ലാവർക്കും ദേവി മൂകാംബികയുടെ കാരുണ്യ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ബാലശങ്കരത്തിന്റെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയശങ്കര. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. ജയശങ്കര. ജയശങ്കര.